പുഞ്ചിരിക്കുവാനും ഒരൽപ്പം ചിന്തിക്കുവാനും വയസ്സ് അംഗങ്ങൾ അണിയിച്ചെടുക്കുന്ന ലഘുനാടകം സ്വർഗം. It's beginning to look a lot like Christmas everywhere you go. Take a look at the final candy. It's glistening once again. Candy canes and silver glow. Daddy, നമ്മുടെ ഈ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്നത് അതിന് പുൽക്കൂട് മാത്രം പോലെ ഉണ്ണീക്ക് പുൽക്കൂടിലല്ലേ ജനിച്ചത്, അതിലൂടെ മഴ എന്തിനാ? അതറിയില്ലേ, അത് ഈ പുൽക്കൂടെന്ന് വെച്ചാൽ എന്നാ കന്നുകൾ തൊട്ട് അതിന്റെ അകത്താണ് പശുക്കളും ആടുകളും ഒക്കെ ഉള്ളത്. ഇവരുടെ എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? അതിലാണ് ഈ മരം. പശുക്കൾ വിശന്ന് കഴിയുമ്പോ അതിന്റെ ഉടമസ്ഥ നമുക്ക് ഈ മരത്തിന് രണ്ട് കമ്പ് കിട്ടിയാൽ വിട്ടുകൊടുക്കും. അവർക്കുള്ള ഈ ഇല നിന്നിട്ട് വിശക്കണം. അപ്പൊ പുൽക്കൂട് ഉണ്ണീക്ക് ജനിച്ച സ്ഥലം, ക്രിസ്മസ് ട്രീ പശുക്കൾക്ക് തിന്നാൻ വേണ്ടി. അപ്പൊ ഈ ട്രീയിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഗിഫ്റ്റുകളൊക്കെയോ? അത് ഉണ്ണീശോക്കുള്ള കളിപ്പാട്ടാണ്. ക്രിസ്മസ് അപ്പം രാത്രി വന്ന് കിട്ടിക്കൊണ്ടിരിക്കും. എന്റെ ഡാഡി ഈ സാന്റാക്ലാസ് ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയണ്ട. ഈ സമയം സാന്റാക്ലാസ് മാത്രമല്ല ഓണത്തിന് മാവേലി വരുമെന്ന് പറയാറില്ലേ, അത് ചുമ്മാതാണ് പറഞ്ഞത്. ഓഹോ, അവളൊക്കെ പറയാറില്ലേ? അല്ല പറഞ്ഞ അവളെന്തി നിൽക്കണ്ടേ? അവള് കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഓഹോ, അവളെ വിളിച്ച് ഇവിടെ ഇത്ര മണി വെക്കണ്ടോ? ഓ എന്റെ ജോയലെ, ഇവിടെ കിടന്ന് വിളിച്ചു പോകണ്ട. അവൾ തലയിൽ മറ്റേ കുന്നോളം വെച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അവിടെ പോയി വിളിക്കും. ഇതിവിടെ പണിയെടുക്കുന്നത് കൊള്ളതാ. ഞാൻ വിചാരിച്ചു ചായ കുടിക്കാനേ. അതെ, നീ വന്നേ, നീ അമ്മയും കൂടെ കാര്യം ചോദിച്ചു. ഞങ്ങൾ ചോദിക്കും. അല്ല, അതിനുള്ള സഹായം നമുക്ക് വേണ്ട. കിട്ടിക്കഴിയുമ്പോ നീ കയ്യിലാ വേണ്ട. എടാ ജോനെ, നീ ചോദിച്ചു. അപ്പൊ നീയും ഡാഡി പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ? ശരിയാ, എനിക്ക് വേണം. അതാണ് കണ്ടു പഠിക്കാം. ചോദിച്ചു സന്തോഷങ്ങളെ നീ ഉണ്ടാവുന്ന അത് ഇവിടെ ഒന്നും അടുത്തേക്കില്ല, ആളൊന്നും വരാനുള്ളൂ. അതൊക്കെ പിന്നെ ചെയ്യാം, ഇതിപ്പം തീരും. ഞാൻ ആകെ സാധാരണ മാത്രം മമ്മി ആരൊക്കെ വിളിച്ചിരുന്നു നമ്മളോട് തന്നെ. ഞാൻ ചോദിക്കാമല്ലോ. അയ്യോ വേണ്ട, ഇന്നാ ജോന്റെ പറ. ചേട്ടായി കേൾക്കാമോ? കേൾക്കാം. ചേട്ടായി, നമ്മുടെ ആഞ്ചോ ആംബ്രോസിന് അത് വീട്ടിൽ വന്നായിരുന്നേ. ഏത് നമ്മുടെ എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ഉള്ള? അത് തന്നെ. പുള്ളി നമ്മുടെ പലതായിട്ടുള്ള സ്ഥലം ലീസിന് കൊടുക്കുമെന്ന് ചോദിച്ചു. പുതിയൊരു ഫാക്ടറി തുടങ്ങാനെന്ന് പറഞ്ഞു. ആണോ? ഞാനൊന്ന് പഠിക്കട്ടോ. നീ അവരുടെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രത്യേകം ചോദിച്ചത്. എന്തായാലും അവരുടെ ഒരു പ്ലാൻ അയക്കണം, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ചേട്ടായി. പിന്നെ ക്രിസ്മസ് എവിടെ എത്തി? ഇവിടെ എന്നാ ക്രിസ്മസ് ആണ് -10 പുറത്തേക്ക് ഇറങ്ങിയാൽ മഞ്ഞ് കാറ്റ് ആകെ രസാണ്. പിന്നെ നാളെ വൈകിട്ട് പള്ളിയിൽ എന്തൊക്കെയോ പരിപാടികൾ. ഇതിപ്പോ കരോള് വരുന്നു. അവിടെ കരോളൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം തുടങ്ങിയതാ. ഈ മാത്രമല്ല, മലയാളികൾ കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാം കൂടി ചെറിയ പരിപാടി. അല്ലാണ്ട് നാട്ടിലെ പോലെ ജഗബോഗി ഒന്നും ഇല്ല. ചേച്ചി പിള്ളേരെന്നാ പറയുന്നു? പിള്ളേർ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടാവും. ചേച്ചി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അതെന്നാ പറയാ. എന്നാ ശരിയടാ, വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല ചേട്ടായി, എന്നാ ഞാൻ പ്ലാൻ അയച്ചേക്കാവേ. ഓക്കെ. ഇത് ഏകദേശം ആണല്ലോ.
എന്നാ നിങ്ങളൊന്ന് റെഡി ആയിരിക്കും കരോള് പോകണത് അപ്പൊ ഈ ലൈറ്റ്സോ? ലൈറ്റ്സ് ഒക്കെ ഞാൻ ഇടുന്നില്ല. അത് നോക്കി ചെയ്തിട്ട് കാർഡ് ജോലെ ആ ഡോർ തുറന്നുള്ളത് സാധനങ്ങൾ ഹലോ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അങ്കിൾ. ആ ഡാഡിയും മക്കളും കൂടി അതെന്താ ഹേയ് അതൊക്കെ ഏകദേശം തീർന്നു. ഹായ് സെക്രട്ടറി ഹാപ്പി ക്രിസ്മസ്. Dankeschön, Onkel. പിന്നെന്താ പരിപാടി? ഇങ്ങനെ ഇരുന്നാ മതിയോ? കരോളിന് പോകണ്ടേ? പിന്നെ പോണം. ഞാൻ പക്ഷെ കിടക്കുന്നത് ഏതാ വിചാരിച്ചത്. അത് ശരി, നിനക്കായിരുന്നല്ലോ ആവേശം. എനിവേ ഞാനും ജോർജ് ഒരു 4 ആകുമ്പോൾ കിടന്നു വരുന്നുണ്ടോ? ആ ഞാൻ നോക്കട്ടെ. എന്തുവാടേ ഒരു പവറില്ലാത്ത പോലെ? പവർ കുറച്ച് കുറഞ്ഞിരിക്കുക. അതെന്താ? സാധിച്ചേട്ടായി കരോളിന് പോകുന്നുണ്ടോ? പിന്നെ പോവാണ്ട് പോകുമ്പോ പിള്ളേരും കൂടി കൂട്ടാവോ? പിന്നെന്താ, ഒരു 4 മണിയാവുമ്പോ റെഡി ആയിരുന്നു. ആയിക്കോട്ടെ, ചായ എടുക്കട്ടെ? ചായയൊക്കെ എടുക്കാം, പക്ഷേ ഇതിപ്പോ ഇവിടെ എന്താ പ്രശ്നം? അത് പറ ആദ്യം. പ്രശ്നോ? എന്ത് പ്രശ്നം? അന്നെ എന്നോട് വേണോ? 10-14 കൊല്ലായില്ലേ ഞാൻ നിങ്ങളെ കാണുന്നു. എന്നതാണ് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, പിന്നെ ആർക്കാ പ്രശ്നം? പ്രശ്നം ഉണ്ടാകില്ലേ? ഇത് കുറെ ദിവസമായിട്ട് വീട്ടിൽ. ആണോ? എന്നതാണ് പ്രശ്നം? അതറിയില്ല, പക്ഷെ പിഴക്കത്തില്ല. ഇസമോളെ, ആ ഓങ്കിളെ. മോൾക്കറിയാവോ ഇവരെന്തിനാ പിണങ്ങിയെന്ന്? ആ അത് സാരില്ല, പക്ഷേ ഇവര് പിണക്കം മാറ്റണോ വേണ്ടയോ? മാറ്റണം. മിടുക്കി, കേട്ടല്ലോ. അപ്പൊ 2 പേരും വേഗം പിണക്കമൊക്കെ മാറ്റിക്കണം. ആ നമുക്ക് കരോളിന് പോകണ്ടേ? വേഗം ചെന്ന് റെഡിയാക. അങ്കിളും പോയി റെഡി ആയിട്ട് വരാം. മിസ് ക്ലാഷ്, എന്നാ ഞാൻ പോയിട്ട് വരാം. ചായ കുടിച്ചിട്ട് പോകാൻ ചേട്ടായി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കരോളിന് വരുമ്പോൾ കഴിച്ചോ. പറ്റുമെങ്കിൽ നിങ്ങൾ ആ പിള്ളേരുടെ ആഗ്രഹം കൺസിഡർ ചെയ്യും. ആ പാട് ഇവിടെ വരുമ്പോൾ അവർ സന്തോഷമുണ്ട്. ഇവിടെ ഇതില്ല. പിന്നെ അല്ല ചേട്ടായി അവിടെ സീരിയസ് ആയിട്ടൊന്നുമില്ല. എന്നിട്ടാണ് കുറെ ദിവസമായിട്ട് ഉണ്ടാക്കുന്നത്. പറഞ്ഞു കേട്ടോ, 2 പേരും കൂടി ഒന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ലോകത്തുള്ളൂ. അല്ലേലും ഇതിന് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോ നിങ്ങൾക്കില്ലെന്ന് എനിക്കറിയാം. പണ്ട് നീ വീടിന്റെ ആധാരവും പണയം വെച്ച് ലോണും എടുത്ത് ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ കടന്നൊക്കെ തീർത്തിട്ട് മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങണം ചേട്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കടകളും വീടും വെച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ പിള്ളേരുണ്ടാവാത്തതായിരുന്നു നിങ്ങളുടെ അടുത്ത പ്രശ്നം. 3-4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മക്കളായപ്പോ നിങ്ങളുടെ പ്രശ്നം സേവിങ്സ് ഒന്നുമില്ലെന്നായി. ഇപ്പൊ അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ശരീരം, ആവശ്യത്തിന് സമ്പത്ത്, നല്ലൊരു പാഠം, ആരോഗ്യമുള്ള മക്കൾ, നമ്മളെ സ്നേഹിക്കാനും കുറെ പേർ ചുറ്റിലും. ഇത്രയൊക്കെ പോരാടാ ഒരു ശരാശരി മനുഷ്യന്. എന്റെ കാര്യം ആലോചിച്ച് നോക്കി. ആമി ഉണ്ടായിരുന്നപ്പോ എപ്പോഴും അച്ചായ എന്ന് വിളിച്ച് പുറകെ എന്തൊരു വെറുപ്പിലാണി എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എപ്പോഴും ഞാൻ കൂടെ വേണം. ഒരു പക്ഷെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവളുടെ ശ്രദ്ധ കുറെ അവരുടെ കാര്യത്തിലായിരുന്നു. അതും ഉണ്ടായില്ല. അന്ന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ അവൾ എന്നോട് പറയുക, ഒരു വീട്ടിൽ നമുക്ക് മക്കളുണ്ടാവാത്തത് നന്നായി, ഇതിപ്പോ അച്ചായനെ പിരിയുന്ന വിഷമം മാത്രം സഹിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് മുതൽ അവൾ മരിക്കുന്നത് വരെയുള്ള സമയമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. കടന്നു പോകുന്ന ഓരോ മിനിറ്റിന്റെയും വിലയറിയുമ്പോൾ നമ്മളത് മാക്സിമം ആസ്വദിക്കും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. അന്നൊക്കെ അച്ചായ നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ എന്ത് പണിയിലാണെങ്കിലും ഓടി ചെല്ലുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്നത് ആ വിളിയാണ്. ഞാനിതെങ്ങോട്ടാ പോണേ? നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ? നിങ്ങളുടെ പിണങ്ങണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകരുത്, അത് അപകടമാണ്. അതുകൊണ്ട് സംസാരിക്കാനുള്ളത് സംസാരിച്ച് തീർക്കുക. സംസാരിച്ചാൽ തീരും. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങുന്നു.
നീ കലോടണം ഒന്നില്ലേ? ഞാൻ പോയാ അവര് എന്തെങ്കിലും കഴിക്കാൻ പോയിട്ടുണ്ട്. ആ ഞാൻ എന്തായാലും ഇവിടുന്ന് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നീ വരുന്നുണ്ടോ? നോക്കട്ടെ. ആ അതിനങ്ങനെ വന്നേ. എന്താ, എനിക്ക് കുറെ പണികൾ കിട്ടാണ്. അത് തീർക്കാം. പക്ഷെ അതിനോട് ഇത് തീർക്കാം. എന്നാ പറ, എനിക്ക് എന്തായിരുന്നു പ്രശ്നം? എനിക്കെന്താ പ്രശ്നം? എന്റെ പ്രശ്നം അങ്ങനെ തീർന്നു. ഒന്നാമത് ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അന്നാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഷെഫ് വിളിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നീ എന്തോ സില്ലി കാര്യം പറയുന്നത്. ആ അത് വരോ. പക്ഷേ നിങ്ങളെന്നോട് പോകുന്ന കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ അവിടെ പോയില്ലേക്കും. ആ പിന്നെ എന്തെങ്കിലും ഈ കോള് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ വന്ന് പിന്നെ എൻ്റെ അടുത്ത് ചാടിക്കറിയുന്നു. ഞാൻ പറഞ്ഞില്ല, അത് അപ്പത്തെ ഒരു പ്രഷറിന്റെ പുറത്ത് അത് പറ്റിപ്പോയി. ആ ആയിക്കോട്ടെ, എനിക്കത് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഞാനൊന്നും തിരിച്ചു പറയാതിരുന്നത്. തിരിച്ചു പറഞ്ഞില്ല, പക്ഷെ ഞാൻ അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് പൊട്ടിച്ചതെന്ന് ഒച്ച ഞാൻ കേട്ടതാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങൾ ഇങ്ങനെ ഒന്ന് ദേഷ്യപ്പെട്ടതിന്റെ പേരിലൊക്കെ തീർത്തി നശിപ്പിക്കാന്ന് വെച്ചാൽ അതുകൊണ്ടല്ലേ നമ്മുടെ പിള്ളേർ വളർന്നത്. നമ്മളൊരു ക്ലാസ് പൊട്ടിച്ചാൽ അവർ നാളെ ഒരു ടിവിയോ കമ്പ്യൂട്ടറോ ഒക്കെ ആയിരിക്കും നശിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് അവരൊന്നും പറയാനത് കഴിഞ്ഞു. ഇനി ഞാൻ പറയാം. ആദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ നിങ്ങളിങ്ങനെ തലയിൽ കൈ പിടിച്ച് പേടിയിട്ട് മുന്നിലിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാനാണ് ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചത്. അപ്പം നിങ്ങൾ എന്നോട് പോകുന്ന കൈ കൊണ്ട് കാണിച്ചു. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ചെവിയിലെ ഇയർബഡ്സ് കാണുന്നത്, നിങ്ങൾ കോളിനാണെന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, നിങ്ങളെ അടുക്കളയിൽ വന്ന് കുറെ ചാടിയിട്ട് പോയില്ലേ. അപ്പൊ എന്റെ കൈ തട്ടി അറിയാണ്ട് ആ ഗ്ലാസ്സിൽ താഴെ വീട് പൊട്ടി. അത്രയും ഒച്ച കേട്ടിട്ടും ഒന്ന് തിരിച്ചു വന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിയതാണെന്ന് പോലും നോക്കാണ്ട് നിങ്ങൾ തിരിച്ചു പോകും. അതും കൂടെ ആയപ്പോ എനിക്ക് അവിടെ ഭയങ്കര ദേഷ്യമാണ്. ഒറ്റ ദിവസം കൊണ്ട് എന്തുകൊണ്ട് കിട്ടുന്നതാണ് പറഞ്ഞു വരുമ്പോ എന്റെ ഭാഗത്താണ് തെറ്റ് കൂടുതൽ. അപ്പോ സോറി. ഓക്കെ, സോറി. നോ പ്രോബ്ലം. കുറച്ച് ദിവസം ഞാൻ മിണ്ടാണ്ടിരുന്നപ്പോ ഇവിടെ ഭയങ്കരമായിട്ട് തകർക്കാറുണ്ട്. അതല്ല ഓ, ഒന്നും അറിയാത്ത പോലെ തോന്നുമ്പോ കയറി വരുന്നു, തോന്നുമ്പോ ഇറങ്ങിപ്പോളൂ. ഫുൾ ഫ്രീഡം. അതൊക്കെ ആദ്യത്തെ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ബോറടിക്കാൻ മതി. ലാസ്റ്റ് 2 ദിവസമായിട്ട് ആ ഒരു മൂടില്ല. പക്ഷെ എനിക്ക് ആദ്യത്തെ 2 ദിവസം പിന്നെ വാശിയായി പോകുന്നവിടെ വരെ എന്റെ കോട്ടയിൽ വെച്ചു. ഓഹോ, അപ്പോ നമ്മൾ എന്ത് ഇവിടെ ക്ലിയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് കുറച്ച് അവസാനിക്കായിരുന്നു. ആവോ. എങ്ങനെ നമ്മൾ ഈ ക്രിസ്മസ് അടിച്ചു. ഓക്കെ, കൈ പോകും. പിന്നെ ഇസപ്പെട്ട് ഒരു കാര്യം പോലെ ഞങ്ങളത് കേട്ടായിരുന്നു. ഞങ്ങൾ മോളോടല്ലേ താങ്ക് യു പറയുന്നത്. താങ്ക് യു. ഐ എം സോ സോറി. നിങ്ങൾ രണ്ടിനെ വിഷമിപ്പിച്ചത്. സോറി ഒന്നും വേണ്ട. ഇനി ഇങ്ങനെ വഴക്കുണ്ടാക്കാതിരുന്നാവും. വഴക്കുണ്ടാക്കില്ലെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നോർമലായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ 2 പേർക്കും ഞങ്ങൾ ഉറപ്പില്ല. ഇനി ഒരു പിണക്കോ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് ഞങ്ങൾ സോഫോർട്ടായിട്ട് സംസാരിക്കും. പ്രോമിസ്? പ്രോമിസ്. പ്രോമിസ്. എന്താ ശരിക്കും ഇതല്ലേ സ്വർഗം? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്താ? നരകത്തിന് സ്വർഗത്തിലേക്ക് വലിയ അകലമൊന്നുമില്ല.